ഓക്കെ, നമ്മുടെ പുതിയൊരു കോൺസെപ്റ്റാണ് ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ് ഡയമെൻഷൻ? ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡയമെൻഷൻ? നമ്മൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഡയമെൻഷനെ ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലെങ്ത്ത് എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് അല്ലേ? നമ്മളെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ബ്രാക്കറ്റ് ഇട്ടിട്ട് എൽ. വെറും എൽ എഴുതിയ മാർക്ക് കിട്ടില്ല. അത് ഡയമെൻഷൻ നല്ല വായിക്കുക. ഈ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തിനാണ് അതിന് ഡയമെൻഷൻ എന്ന് വായിക്കുള്ളൂ. സോ എൽ. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ എൽ എഴുതാൻ. ഇനി മാസ് എങ്ങനെയാണ്? യെസ്, എം. ബ്രാക്കറ്റ് വേണേ മറന്നു പോകരുത്. ടൈം ഓക്കെ. അപ്പം ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ എന്തിനെ സൂചിപ്പിക്കുക? ഡയമെൻഷനെ സൂചിപ്പിക്കുക. അതായത് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ടേമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല നോക്കാം. നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നോക്കാം. ഒന്നാമത്തെ നമ്മുടെ ലെങ്ത്ത്, മാസ്, ടൈം. ഇലക്ട്രിക് കറണ്ടിനൊക്കെ ഷോർട്ട് ആക്കിയിട്ടാണ് എത്തുന്നത്. ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലുമിനൻസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്. ഓക്കെ, ലെങ്ത് എങ്ങനെയാണ്? യെസ്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എൽ അല്ലേ? മാസോ? മാസ് എം. ടൈമോ? ടൈം ടി അല്ലേ? ഇലക്ട്രിക് കറണ്ട് എന്തായിരുന്നു? ഇലക്ട്രിക് കറണ്ട് നമ്മുടെ ആംപിയർ ആയിരുന്നു. ആംപിയർ എ. കെൽവിനാണ് ടെമ്പറേച്ചർ. സോ കെ. ലുമിനൻസ് ഇൻറ്റൻസിറ്റീൻ്റെ എന്തായിരുന്നു? കാൻഡില അല്ലേ? സോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സി ഡി വരും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്തായിരുന്നു? മോൾ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഇതെന്താണ്? നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇനിയുള്ള കളികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് മൂന്ന് എന്താണ്? അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് മൂന്നും നിങ്ങൾ നല്ല പോലെ പഠിക്കുക. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഡയമെൻഷണൽ ഫോർമുല നമ്മുടെ ഉടനീളം യൂസ് ചെയ്യുന്നത് ഇവ മൂന്നുമാണ്. ഓക്കെ, സോ മനസ്സിലായല്ലോ? ഇത് വെച്ചിട്ട് നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് നോക്കിക്കോളേ. സ്പീഡ് നമുക്കറിയാം. സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെന്ത്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ത്? സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ലെങ്ത്ത്, ഹൈറ്റ്, റേഡിയസ് ഇങ്ങനെ ഒക്കെ പറയുന്നതാണ്. ലെങ്ത്തിനെ ഡിനോട്ട് ചെയ്യാൻ പറയുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ലെങ്ത്ത് എല്ലാണ് നമ്മൾ അതിന് ഡയമെൻഷനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസിന് നമ്മൾ എന്താണ്? എല്ല് കൊടുക്കും ഡയമെൻഷൻ. ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ടി അല്ലേ? അപ്പം നമുക്കറിയാം 1/x നമ്മൾ എങ്ങനെ എഴുതും? x⁻⁻1 എന്ന് എഴുതാറില്ലേ? 1/x നമ്മൾ x⁻⁻1 എന്ന് എഴുതുന്ന പോലെ തന്നെ നമുക്ക് ഈ ടീനെ നമുക്ക് എന്ത് എഴുതാം? t⁻⁻1 എന്നാക്കി എഴുതാം. അതായത് LT⁻⁻1. ഇതാണെന്ത്? നമ്മുടെ സ്പീഡിൻ്റെ ഡയമെൻഷൻ കിട്ടുന്നത്. എന്താണ്? LT⁻⁻1. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ത്? സ്പീഡെന്ന് നമുക്കറിയാം. ഡിസ്റ്റൻസ് എന്താണ്? ലെങ്ത് ആണ്. സോ എല്ലിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കൊടുത്തു. ടൈമിൻ്റെ ഡയമെൻഷണൽ ടി ആണ്. സോ 1/t നമുക്ക് t⁻⁻1 ആക്കി എഴുതാം. സോ LT⁻⁻1. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെന്ത്? വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? നമുക്കറിയാം ലെങ്ത് തന്നെയാണ്. ടൈം ടി. അപ്പം എന്ത് വരും? 1/t മേളിലോട്ട് എടുത്താൽ LT⁻⁻1. അപ്പം സ്പീഡിനും വെലോസിറ്റിക്കും എന്താണ്? സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്, നിങ്ങൾ ഓർക്കുക. ഓക്കെ,
സ്പീഡിനും വെലോസിറ്റിക്കും എന്താണ് സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്, മനസ്സിലായല്ലോ. ഇനി ആക്സിലറേഷൻ നോക്കി നോക്കിയാലോ. ആക്സിലറേഷൻ എന്താണ്? യെസ്, നമുക്കറിയാം വെലോസിറ്റി ബൈ ടൈം ആണെന്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് അല്ലേ. വെലോസിറ്റിയെ ടൈം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക. വെലോസിറ്റി നമുക്ക് നേരത്തെ കിട്ടി, എന്താണ് LT⁻⁻1 എന്ന് കിട്ടിയില്ലേ. സോ വെലോസിറ്റി എന്താണ് LT⁻⁻1 ആണ്, ഡിവൈഡഡ് ബൈ വീണ്ടും ടൈം അല്ലേ. അപ്പം എന്താണ് വീണ്ടും ടൈം എന്ത് വരും? LT⁻⁻1 ഇൻറ്റു T⁻⁻1 എന്ന് വരും അല്ലേ. എന്താണ് A⁻m ഇൻറ്റു A⁻n ഇസ് ഈക്വൽ ടു A⁻m പ്ലസ് n ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാകുന്ന സമയത്ത് എന്ത് വരും? T⁻⁻1 പ്ലസ് -1 വരും. എന്ത് കിട്ടും? T⁻⁻2 കിട്ടും അല്ലേ. അപ്പം ആക്സിലറേഷൻ എന്ത് കിട്ടും? LT⁻2 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഇടണേ. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ എന്ത് കിട്ടി? LT⁻2 എന്ന് കിട്ടിയ ആക്സിലറേഷൻ, മനസ്സിലായല്ലോ. ഇനി ഫോഴ്സ് എന്താണ്? F=m അല്ലേ, പറഞ്ഞ് നടക്കുന്ന ഇക്വേഷനാണ്. സോ m ഇൻറ്റു A. m എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പം നമ്മൾ എന്ത് കിട്ടി? മാസും കിട്ടി, ആക്സിലറേഷനും കിട്ടി. മാസ് എന്താണ്? m ഇൻറ്റു ആക്സിലറേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, എന്താണ്? LT⁻2. അപ്പം എന്ത് കിട്ടും? mLT⁻2. ഇതാണെന്ത് നമ്മുടെ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്, mLT⁻2. ഓക്കെ, ഇനിയാണ് മൊമെൻറ്റം. എന്താണ്? മൊമെൻറ്റം P= മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പഠിച്ചിട്ടില്ലേ. അപ്പം മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ത് മൊമെൻറ്റം എന്ന് പറയുന്നത്. സോ മാസ് എന്ന് പറയുന്നത് എന്താണ്? m ആയിരുന്നു. വെലോസിറ്റി എന്താണ്? ഓർത്ത് നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. നമ്മൾ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കാതെ ഇതേപോലെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് വേഗം കിട്ടും, കൺഫ്യൂഷനും ഉണ്ടാവില്ല. സോ m എന്താണ്? മാസാണ്. വെലോസിറ്റി B ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം LT⁻1 ആയിരുന്നു. LT⁻1 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? mLT⁻1 അല്ലേ. മൊമെൻറ്റം mLT⁻1 എന്ന് കിട്ടി. ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് യെസ്, ഒരു വലിയൊരു ഫോഴ്സ് ഷോർട്ട് ടൈമിലേക്ക് അല്ലേ, ചെറിയൊരു സമയത്തേക്ക് ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയും അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആണിയൊക്കെ നമ്മൾ ചുമരിൽ അടിച്ച് കയറ്റുന്നില്ലേ, അതൊക്കെ ഇമ്പൾസിന് എക്സാമ്പിളാണ്. വലിയൊരു ലാർജ് ഫോഴ്സ് ഒരു ഷോർട്ട് ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നു, അതാണ് ഇമ്പൾസ്. അപ്പോൾ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈം ആണെന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത് അല്ലേ. ഫോഴ്സ് എന്തായിരുന്നു? ആക്സിലറേഷൻ അല്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ്. സോ mLT⁻2 ആണ് ഫോഴ്സ് ഇൻറ്റു T. എന്ത് കിട്ടും? -2 അല്ലേ. -2 + 1 എന്ത് കിട്ടി? -1 അല്ലേ. അപ്പം എന്ത് കിട്ടി? mLT⁻1 എന്ന് കിട്ടി അല്ലേ. ഇമ്പൾസ് = എന്ത് കിട്ടി? mLT⁻1. അടുത്ത ആരാണ്? യെസ്, നമ്മുടെ വർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ത് വർക്ക് എന്ന് പറയുന്നത്. ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡയമെൻഷണൽ ഫോർമുല എന്തായിരുന്നു ഫോഴ്സിൻ്റെ? യെസ്, mLT⁻2 അല്ലേ. mLT⁻2 ആയിരുന്നു. ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ലെങ്ത്ത്. അപ്പം എന്ത് കിട്ടി? യെസ്, mL²T⁻2. mL²T⁻2 ആണെന്ത് വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. എനർജി എന്താണ്? വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് അല്ലേ എനർജി എന്ന് പറയുന്നത്. അപ്പം വർക്കിൻ്റെ അതേ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണെന്ത് എനർജിക്കുള്ളത്, mL²T⁻2. ഓക്കെ, mL²T⁻2. ഇനി പവർ എന്താണ്? വർക്ക് ബൈ ടൈം ആണെന്ത് പവർ എന്ന് പറയുന്നത്. വർക്ക് ബൈ ടൈം. വർക്ക് എന്തായിരുന്നു? mL²T⁻2 അല്ലേ. mL²T⁻2 ആയിരുന്നു വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, ടൈമിൻ്റെ T. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പവർ എന്ന് പറയുന്നത് mL²T⁻2 ഇൻറ്റു T⁻1 അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? mL²T⁻3. -3 എങ്ങനെ കിട്ടിയ? -2 + -1 എന്താണ്? സെയിം സൈന് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ആഡ് ചെയ്തിട്ട് അതേ സൈന് കൊടുക്കുക.
-3. മനസ്സിലായോ? അപ്പം ഒന്നും കൂടി നമ്മൾ നോക്കാം. ഡയമെൻഷണൽ ഫോർമുല നമ്മൾ പറഞ്ഞു എന്താണ്, ലെങ്ത്ത്, മാസ്, ടൈം. ഇത് നമ്മൾ നോക്കണമെന്നില്ല. ലെങ്ത്ത് L, മാസ് M, ടൈം T. ബ്രാക്കറ്റ് മസ്റ്റാണേ, മറന്നു പോവരുത്. മറന്നു പോയാൽ മാർക്ക് പോയി. ഓക്കെ, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരുന്നു. സോ LT⁻⁻1 കിട്ടി. വെലോസിറ്റി എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. സോ LT⁻⁻1 കിട്ടി അല്ലേ? അപ്പം എന്താണ്, ഈ സ്പീഡിനും വെലോസിറ്റിക്കും സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്, മറന്നു പോവരുത്. ആക്സിലറേഷൻ എന്ത് കിട്ടി? യെസ്, LT⁻2 അല്ലേ? ആക്സിലറേഷൻ എന്ത് കിട്ടി? LT⁻2. വെലോസിറ്റി ബൈ ടൈം ആയിരുന്നു. സോ LT⁻1 ഇൻറ്റു T⁻1. സോ LT⁻2 കിട്ടി. ഫോഴ്സ് എന്താണ്? MLT⁻2 അല്ലേ? കാരണം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണെന്ന് ഫോഴ്സ്. സോ MLT⁻2 കിട്ടി ഡയമെൻഷണൽ ഫോർമുല. പിന്നീടായിരുന്നു മൊമെൻറ്റം നമ്മൾ കണ്ടെത്തിയത് അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം. സോ എന്ത് കിട്ടി? MLT⁻1 കിട്ടി. ഇമ്പൾസിനും എന്താണ്? സെയിം ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ്, MLT⁻2. അപ്പം ഇമ്പൾസിനും എന്താണ്? സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്. ഓക്കെ, അപ്പം നമ്മൾ സെയിം ഡയമെൻഷണൽ ഫോർമുലയുള്ള ആരൊക്കെ പഠിച്ചു? വെലോസിറ്റിയും സ്പീഡും പഠിച്ചു, ഇമ്പൾസും മൊമെൻറ്റവും പഠിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം വെലോസിറ്റിയുള്ള ആൾക്കാരൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ സ്പീഡ്, വെലോസിറ്റി, മൊമെൻറ്റം, ഇമ്പൾസ് സെയിം വെലോസിറ്റിയുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾ പഠിച്ചത് വർക്ക്, എനർജി, പവർ ആയിരുന്നു. വർക്കിൻ്റെ ഇക്വേഷനാണ്, ഡയമെൻഷണൽ ഫോർമുലയാണെന്ത്? ML²T⁻². വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണെന്ത്? എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ML²T⁻² തന്നെയാണ്. സോ വർക്കിനും എനർജിക്കും എന്താണ്? സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്. ഓക്കെ, പിന്നെ ആളായിരുന്നു പവർ എന്താണ്? ML²T⁻³ അല്ലേ? വർക്ക് ബൈ ടൈം ആണെന്ത്? പവർ എന്ന് പറയുന്നത്. സോ ML²T⁻³ കിട്ടി. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ്, എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്, എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻ ഉണ്ടോ? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ. ഇല്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പ്ലെയിൻ ആംഗിൾസ്, സോളിഡ് ആംഗിൾസ് ഒക്കെ അല്ലേ? ഇതിനൊന്നും എന്താണ്? ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റീസ് ഹാവിങ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് എന്തൊക്കെ? സ്ട്രെയിന്, റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ. ഓക്കെ, സ്ട്രെയിന്, റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ എന്താണ്? നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷനും ഇല്ല, അതേപോലെ തന്നെ യൂണിറ്റും ഇല്ലാത്ത ആൾക്കാരാണ് സ്ട്രെയിനും റിലേറ്റീവ് ഡെൻസിറ്റിയും. പിന്നെ ക്വാണ്ടിറ്റീസ് ഹാവിങ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ് ഉണ്ട് പക്ഷേ എങ്കിൽ ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ നേരത്തെ പഠിച്ച പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ. പ്ലെയിൻ ആംഗിൾ റേഡിയൻ അല്ലേ? സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ ഒക്കെ പഠിച്ചിരുന്നു. അപ്പം ഒന്നിവിടെ എഴുതാം. യൂണിറ്റ് എന്താണ്? റേഡിയൻ. നമ്മൾ പഠിച്ചതായതുകൊണ്ടാണ് എഴുതുന്നത്. റേഡിയൻ, സ്റ്റെറേഡിയൻ അല്ലേ? SRAD. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ അറിഞ്ഞു വെക്കുക. കാരണം എക്സാമിൻസിന് പലപ്പോഴും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്ത്? യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ നെയിം എഴുതാനും അതേപോലെ തന്നെ ഡയമെൻഷൻ ഇല്ലാത്ത യൂണിറ്റ് ഉള്ള ആൾക്കാരെ പേര് എഴുതാനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ എന്താണ്? അറിഞ്ഞു വെക്കുക. അടുത്തതാണ് ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ് അപ്ലിക്കേഷൻസ്. ഡയമെൻഷനലിൻ്റെ അനാലിസിസിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 അപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ട് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിൽ പഠിക്കാനുള്ളത്. ഒന്നെന്താണ്? ടു ചെക്കിംഗ് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. രണ്ടാമത്തെ എന്താണ്? ഡെഡ്യൂസിങ് റിലേഷൻ എമംഗ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ്? ടു ചെക്കിംഗ് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. എന്താണ്? ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് അറിയാം. അതേപോലെ തന്നെ ഡെഡ്യൂസിങ് റിലേഷൻ എമംഗ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിട്ട് അതിൽ എന്തുണ്ടാക്കുക? ഇക്വേഷൻസ്, റിലേഷൻസ് ഡെഡ്യൂസ് ചെയ്തെടുക്കുക. ഓക്കെ, ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ നമുക്ക് അറിയണമെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താണ് അറിയണം. ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. വേറെ ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഇത് പഠിച്ചു പോയിക്കോളുക. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്?
ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓഫ് എ ഡയമെൻഷണൽ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ആർ സെയിം. അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ഓർ സബ്സ്ട്രാക്റ്റഡ് ഓൺലി ഇഫ് ദേ ഹാവ് സെയിം ഡയമെൻഷൻ. എന്താണ് പറഞ്ഞത്? ഒരു ഇക്വേഷൻ അത് ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ, ഏത് ഇക്വേഷൻ ആയിക്കോട്ടെ, അത് ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ അതിന് ലെഫ്റ്റ് സൈഡിലുള്ള ടേമിൻ്റെയും റൈറ്റ് സൈഡിലുള്ള ടേമിൻ്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടേമിൻ്റെയും റൈറ്റ് സൈഡിലുള്ള ടേമിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കണം. അതാണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ, അപ്പോൾ നോക്കിയാലോ. ഇപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന ഇക്വേഷനാണ് അല്ലേ. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. നമുക്കറിയാം വിൻ്റെ ഡയമെൻഷൻ എന്താണ്? പറഞ്ഞേ, വിയുടെ വെലോസിറ്റി ആണ് വി. വിൻ്റെ ഡയമെൻഷൻ എന്താണ്? യെസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. യെസ്, എൽ ടി റേസ് ടു -1 അല്ലേ. എൽ ടി റേസ് ടു -1 ആണെന്ത് വിയുടെ ഡയമെൻഷൻ. യു എന്താണ്? വെലോസിറ്റി തന്നെയല്ലേ. സോ ഇതും എന്താണ്? എൽ ടി റേസ് ടു -1 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എ ടി ആണ്. എ ടി എന്താണ്? ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ആക്സിലറേഷൻ എന്തായിരുന്നു? എൽ ടി റേസ് ടു -2 ആയിരുന്നു ഇൻറ്റു ടി അല്ലേ. എൽ ടി റേസ് ടു -2 ഇൻറ്റു ടി. അപ്പം എന്താണ്? ഈക്വൽ ടു എൽ ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു 1. ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു 1. -2 + 1 എന്ത് കിട്ടും? എൽ ടി റേസ് ടു -1 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ എന്ത് പറയാൻ പറ്റും നമുക്ക്? എൽ ടി റേസ് ടു -1 ഇസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -1 പ്ലസ് എൽ ടി റേസ് ടു -1. നോക്കിക്കേ നിങ്ങൾ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ് വരുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഇത് എന്താണ്? കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ വേറൊന്നും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. എസ് എന്താണ്? എസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? യെസ്, എസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ലെങ്ത് ആണ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. സോറി, എൽ ആണ് അല്ലേ. യു ടി എന്താണ്? യു എന്താണ്? യെസ്, നമ്മുടെ വെലോസിറ്റി ആണ്. സോ എൽ ടി റേസ് ടു -1 വരും. ടി എന്താണ്? ടൈം ആണ്. സോ ടി വരും. ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു 1. -1 + 1 എന്താണ്? 0 അല്ലേ. സോ എന്ത് കിട്ടും? എൽ കിട്ടും. ഇത് രണ്ടുണ്ടാവും 0 ആയിപ്പോൾ. സോ എന്ത് കിട്ടും? എൽ കിട്ടി യു ടീൻ്റെതും. ഹാഫ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. ഓക്കെ, എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. ഇപ്പം ഹാഫ്, പൈ, 2, 3 ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ ഇല്ലേ, ഇതൊക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണല്ലേ. ഇവയ്ക്കൊന്നും എന്താണ്? ഡയമെൻഷൻ ഇല്ല എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് ഈ ഹാഫിന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. ഇനി എ ടി സ്ക്വയറിനെയാണ് നമ്മൾ നോക്കേണ്ടത്. എ ടി സ്ക്വയർ. എ എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? യെസ്, എൽ ടി റേസ് ടു -2 അല്ലേ. എൽ ടി റേസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ. എന്ത് കിട്ടി? ടി റേസ് ടു -2 ടി സ്ക്വയറും 0 ആയിപ്പോവില്ലേ. സോ എന്ത് കിട്ടി? എൽ കിട്ടി. അപ്പോൾ എന്ത് പറയാൻ പറ്റും? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൻ്റെത് എൽ ഈക്വൽ ടു എൽ പ്ലസ് എൽ ആണെന്ന് പറയാൻ പറ്റും. നോക്കിയേ, ഇതിലും ബോത്ത് സൈഡിലും സെയിം ഡയമെൻഷണൽ ഫോർമുല അല്ലേ വരുന്നത്. യെസ്, അതുകൊണ്ട് ഇതും എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പം എങ്ങനെയാണിത് ചെയ്യുന്നത് മനസ്സിലായല്ലോ അല്ലേ. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ചെയ്ത് നോക്കാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതൊക്കെ നമുക്കറിയുന്ന ഇക്വേഷൻ ആണല്ലേ. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. വി സ്ക്വയർ, വി എന്താണ്? യെസ്, വെലോസിറ്റി ആണ്. സോ എൽ ടി റേസ് ടു -2 സ്ക്വയർ ആണല്ലോ. ഇതും എന്താണ്? എൽ ടി റേസ് ടു -2 സ്ക്വയർ പ്ലസ് 2ക്ക് നമുക്ക് ഡയമെൻഷനൽ ഫോർമുല ഉണ്ടോ? ഇല്ല, കാരണം എന്താണ്? 2 ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇനി എ എസ്, എ എന്താണ്? എൽ ടി റേസ് ടു സോറി ഇതിലൊരു തെറ്റുണ്ട്. വെലോസിറ്റി ആണല്ലേ. വെലോസിറ്റിക്ക് എന്താണ്? എൽ ടി റേസ് ടു -1 ആണ്. എൽ ടി റേസ് ടു -1 ആണല്ലേ. അപ്പം
LT raised to -1 whole square -2 into ഡിസ്പ്ലേസ്മെൻറ്റ് L. നോക്കൂ, L സ്ക്വയർ ടി റേസ് ടു -2 എന്ന് വരില്ലേ ഇത്? ഇതെന്താണ്? L സ്ക്വയർ ടി റേസ് ടു -2 തന്നെ വരും അല്ലേ? പ്ലസ് L ടി റേസ് ടു -2 ഇൻറ്റു L എന്ത് വരും? L സ്ക്വയർ ടി റേസ് ടു -2. നോക്കിക്കേ, സെയിം ആണോ നോക്കിക്കേ? യെസ്, രണ്ട് സൈഡിലും L സ്ക്വയർ ടി റേസ് ടു -2 എന്ന് പറഞ്ഞ ഡയമെൻഷനിലാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ആണല്ലോ. അപ്പോൾ നമ്മൾ 3 കണ്ടുപിടിച്ചു. ഇതൊക്കെ നോക്കി. V ഈസ് ഈക്വൽ ടു U പ്ലസ് AT ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കണ്ടു. S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കണ്ടു. അതേപോലെ തന്നെ V സ്ക്വയർ പ്ലസ് U സ്ക്വയർ പ്ലസ് V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കണ്ടു. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. എങ്ങനെയാണ് കണ്ടത്? യെസ്, V എന്താണ്? വെലോസിറ്റി ആയിരുന്നു. സോ വെലോസിറ്റിയുടെ ഡയമെൻഷനൽ ഫോർമുല എന്ന് പറയുന്നത് LT റേസ് ടു -1 ആണ്. U എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി തന്നെയാണ്. സോ അതിൻ്റെയും ഡയമെൻഷനൽ ഫോർമുല LT റേസ് ടു -1 തന്നെയാണ് വരിക. AT ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണ് അല്ലേ? ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? LT റേസ് ടു -2 ടൈം ഇൻറ്റു T. സോ എന്ത് കിട്ടി? LT റേസ് ടു -1 കിട്ടി. സോ രണ്ടിൻ്റെ ബോത്ത് സൈഡിലുള്ള ആൾക്കാരും എന്താണ്? LT റേസ് ടു -1 എന്ന് പറഞ്ഞ ഡയമെൻഷനൽ ഫോർമുലയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ ഇതെന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും ഇവിടെ. മനസ്സിലായല്ലോ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ലെറ്റ് us കൺസിഡർ ആൻ ഇക്വേഷൻ. ഏതാണ് ഇക്വേഷൻ? ഹാഫ് mv സ്ക്വയർ ആണിത്. ആ സ്ക്വയർ ഇങ്ങോട്ടേക്കുള്ളതാണ്. Half mv square is equal to mgh, where m is the mass of the body, v is velocity, g is the acceleration due to gravity, and h is the height. Check whether this equation is dimensionally correct. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതാം. ഹാഫ് mv സ്ക്വയർ is equal to mgh. ഓക്കെ, എന്നിട്ട് മാസ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഹൈറ്റ്, ഓരോ ടേമും എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഹാഫ് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെന്താണ്? ഡയമെൻഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി മാസിൻ്റെ ഡയമെൻഷനിൽ എന്താണ്? യെസ്, മാസ് അല്ലേ. വി എന്താണ്? വെലോസിറ്റി ആണ്. സോ വി സ്ക്വയറിൻ്റെ ഡയമെൻഷനിൽ എന്താണ്? L സ്ക്വയർ ടി റേസ് ടു -2 അല്ലേ? L സ്ക്വയർ ടി റേസ് ടു -2. കാരണം LT റേസ് ടു -1 ആണെന്ത്? വെലോസിറ്റിയുടെ ഡയമെൻഷൻ. സോ വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? L സ്ക്വയർ ടി റേസ് ടു -2 എന്ന് കിട്ടും. മനസ്സിലായോ? വീണ്ടും ഇവിടെ എന്താണ്? മാസ് തന്നെയാണ്. അതെന്താണ്? M തന്നെ വരും. G എന്താണ്? G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ ആക്സിലറേഷൻ്റെ സെയിം ഡയമെൻഷനിൽ തന്നെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കും ഉണ്ടാവുക. സോ ഡയമെൻഷനൽ ഫോർമുല ഓഫ് G എന്താണ്? G എന്താണ്? യെസ്, LT റേസ് ടു -2 തന്നെയാണ്. പിന്നെ നമുക്കുള്ളത് H എന്താണ്? ഹൈറ്റ് ആണ് അല്ലേ? സോ എന്താണ്? ലെങ്ത് L തന്നെ ആയിരിക്കും അതിൻ്റെ ഡയമെൻഷനൽ ഫോർമുല വരിക. അപ്പം നിങ്ങൾ നോക്കിക്കേ, mv സ്ക്വയർ m ഇൻറ്റു L സ്ക്വയർ ടി റേസ് ടു -2 ഇസ് ഈക്വൽ ടു m ഇൻറ്റു L ടി റേസ് ടു -2 ഇൻറ്റു L. അതായത് mL സ്ക്വയർ ടി റേസ് ടു -2 ഇസ് ഈക്വൽ ടു mL സ്ക്വയർ ടി റേസ് ടു -2. നോക്കിക്കേ, സെയിം ആണോ അല്ലയോ? ആണല്ലേ. കാരണം എന്താണ്? ബോത്ത് സൈഡിലും സെയിം mL സ്ക്വയർ ടി റേസ് ടു -2 എന്ന് പറഞ്ഞാൽ ഇക്വേഷനാണ് വന്നിരിക്കുന്നത്. സോറി, ഡയമെൻഷനിലാണ് വന്നിരിക്കുന്നത്. സോ എന്താണ്? രണ്ട് ഭാഗത്തും ഡയമെൻഷനലി കറക്റ്റ് ആണ്. സോ എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നതാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് നിങ്ങൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? അപ്ലിക്കേഷൻ ആയിരുന്നു ഡെഡ്യൂസിങ് റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷനൽ ഫോർമുല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവേ. ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷനൽ അനാലിസിസ്. ഈ ഡയമെൻഷനൽ അനാലിസിസിന് എന്താണ്? ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. This method does not give any information about dimensionless constant in the equation. എന്താണ്? കോൺസ്റ്റൻറ്റിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും തരുന്നില്ല. കോൺസ്റ്റൻറ്റിൻ്റെ എന്താണ് ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. ഹാഫിനൊക്കെ നമ്മൾ ഒഴിവാക്കിയതായിരുന്നു. കാരണം എന്താണ്? അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പം അതെന്താണ്? ഇതിൻ്റെ ഒരു ഫോൾട്ടാണ്.
അപ്പം ദിസ് മെത്തേഡ് ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. മനസ്സിലായോ? രണ്ടാമത്തെ ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഫെയിൽ വെൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരു 3 ക്വാണ്ടിറ്റീസിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇതെന്താണ് ഈ ഡയമെൻഷൻ അനാലിസിസ് അവിടെ എന്താണ് ഫെയിലാവും. ഓക്കെ, അതെന്താണ് ഒരു ഫോൾട്ട് അല്ലേ? ഒരു ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 3ൽ കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഡയമെൻഷൻ അനാലിസിസ് നമുക്ക് പറ്റില്ല. അപ്പോൾ എന്താണ് അത് തെറ്റാവും. അപ്പം ഇതൊരു ഫോൾട്ടാണ്. നമുക്ക് 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരുന്നത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പം മൂന്നാമത്തെ എന്താണ് ലിമിറ്റേഷൻ? വി കനോട്ട് ഡിറൈവ് ദ ഫോർമുല കണ്ടെയ്നിങ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ ആൻഡ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ്. ഇത്തരത്തിലുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ലോഗരിതമിക് ഫംഗ്ഷൻസ്, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ കയറി വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് അതിൻ്റെ ഫോർമുല, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എന്താണ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പം ഇത്രയുമാണ് ഡയമെൻഷനിൻ്റെ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ് ഈ 3 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ച് വെക്കുക. ലിമിറ്റേഷൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റിന് എന്താണ് അല്ലേ ഒരു ഇൻഫർമേഷനും തരുന്നില്ല. ഈ ഇത്തരത്തിലുള്ള ഡയമെൻഷണൽ അനാലിസിസിലൂടെ ഡയമെൻഷണൽ കോൺസ്റ്റൻസിനെ കുറിച്ച് യാതൊരു വിവരവും നമുക്ക് കിട്ടുന്നില്ല. പിന്നെന്താണ് 3ൽ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡയമെൻഷണൽ അനാലിസിസ് അവിടെ തെറ്റായിരിക്കും. പിന്നെ വി കനോട്ട് ഡിറൈവ് ദ ഫോർമുല അല്ലേ കണ്ടെയ്നിങ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ലോഗരിതമിക് ഫംഗ്ഷൻസ്, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് അല്ലേ ഇത്തരത്തിലുള്ള ട്രിഗണോമെട്രിക് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ, ലോഗരിതമിക് ഫംഗ്ഷൻസ് ഒക്കെ കയറി വരുന്ന ഇക്വേഷനിൽ നമുക്ക് എന്താണ് ഡയമെൻഷണൽ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലായോ? ഇനി ഡെഡ്യൂസിങ് ദ റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് അതിൽ അവ തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കൂ, എ സിമ്പിൾ പെൻഡുലം ഹാവിങ് എ ബോബ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിങ് ദാറ്റ് ഓസിലേറ്റ്സ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. Suppose the period of oscillation of the simple pendulum depends on its length, mass of the bob, acceleration due to gravity. Derive the expression for its time period using this method of dimension. അപ്പം ഡയമെൻഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്താണ് ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആരെ? സിമ്പിൾ പെൻഡുലത്തിൻ്റെ. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കിക്കോ. അപ്പം ഇവിടെ എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? യെസ്, ടൈം പീരീഡ് ആണ് അല്ലേ. അപ്പം ഞാൻ ടൈം പീരീഡിനെ ടി എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. ടൈം പീരീഡ് ഞാൻ ടി എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പം ടീന് എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? യെസ്, ലെങ്ത്ത്, മാസ് ഓഫ് ദി ബോബ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ടീന്, ലെങ്ത്ത്, മാസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇത്രയും കാര്യങ്ങൾ ടീനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, എനിക്ക് എന്താണ് പ്രപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റിയിട്ട് എനിക്കൊരു കോൺസ്റ്റൻറ്റിന് അല്ലെങ്കിൽ ഈക്വൽ ടു സൈന് കൊണ്ടുവരണം. അപ്പം ഈക്വൽ ടു സൈന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? യെസ്, ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പം ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റാണ് കെ. അപ്പം LMG. അപ്പം കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ പാരാമീറ്റേഴ്സിനൊക്കെ നമ്മൾ എന്താണ് പവേഴ്സ് ഇട്ട് കൊടുക്കണം. അതായത് T is equal to K into L raised to A, M raised to B, G raised to C. പവേഴ്സ് ഇട്ട് കൊടുത്ത് ഇനി ഞാൻ എന്താക്കുകയാണ് ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പോവാണ്. ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ടി അല്ലേ. പക്ഷേ ഈ ടീനെ ഞാൻ ഇങ്ങനെയല്ല എഴുതുന്നത്, പകരം M0 L0 T ഇങ്ങനെ എഴുതാണ്. M0 L0 എന്ന് പറയുമ്പോൾ 0 ആണ് അവിടെ. പക്ഷേ എന്താണ് ഇക്വേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. M0 L0 T raised to -1. ഓക്കെ, കെ എന്താണൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. കോൺസ്റ്റൻ്റ് എന്താണ്? ഡയമെൻഷൻ ഇല്ല. സോ ആ കെനെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എൽ എന്താണ്? ലെങ്ത്ത് L അല്ലേ. അതിൻ്റെ മേലൊരു പവറിലെ എ. യെസ്, മാസ് എന്താണ്? എം. അതിൻ്റെ മേളിൽ ഒരു പവറുണ്ട് B. G എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? L T raised to -2 raised to C ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ. അപ്പം ഇതിന് ഞാൻ ഇക്വേറ്റ് ചെയ്താൽ L raised to A
m raised to b l raised to c t raised to -2c എന്ന് കിട്ടുമല്ലോ. അതായത് എൽ റേസ് ടു എ പ്ലസ് സി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. പറ്റില്ലേ? 2 എൽ ഉണ്ട്. സോ ബേസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പവേഴ്സ് ആഡ് ചെയ്ത് എനിക്ക് എഴുതാം. സോ എൽ റേസ് ടു എ പ്ലസ് സി ഇൻറ്റു എം റേസ് ടു ബി ടി റേസ് ടു -2c. ഓക്കെ, അപ്പം ഈ ഒരു ഫോമിൽ ഞാൻ എഴുതാണ്, എം എൽ ടി എന്നുള്ള രീതിയിൽ എഴുതാണ്. അപ്പം എം ബി എൽ എ പ്ലസ് സി ടി റേസ് ടു -2c. m0 l0 t raised to -1 സോറി -1 അല്ല, വെറും 1 t raised to 1. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്താണ് ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, ഇവിടെ എം എന്താണ്? എമ്മിൻ്റെ പവർ ബി ആണ് അല്ലേ? എമ്മിൻ്റെ പവർ എന്താണ്? ബി ആണ്. ബിക്ക് ഇവിടെയുള്ള പവർ എന്താണ്? 0 അല്ലേ? ബിക്ക് ഇവിടെയുള്ള പവർ എന്താണ്? 0 ആണ്. എൽ എന്താണ്? എൽ എന്ന് പറയുന്നത് എ പ്ലസ് സി ആണ്. സിക്വൽ ടു 0 തന്നെയാണ് ഇതിൽ കൊടുത്തത്. ടി എന്താണ്? -2c ആണ്. ഇവിടെ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടുമല്ലോ. സി ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും അല്ലേ? 1/2 എന്ന് കിട്ടും. 1 ഡിവൈഡഡ് ബൈ -2, അതായത് -1/2 കിട്ടുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സിയുടെ ഇക്വേഷൻ നമുക്ക് ഈ എ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. എ പ്ലസ് -1/2 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ പവേഴ്സ് കിട്ടി. ഞാൻ എന്താക്കണം? നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു എ. എയുടെ എന്തായിരുന്നു പവർ? ഹാഫ് അല്ലേ? എം റേസ് ടു എം എന്താണ്? ബി ആണ്. ബിയുടെ പവർ എന്തായിരുന്നു? 0. ജി എന്താണ്? ജി സി ആണ് അല്ലേ? സോ ജി സി എന്താണ്? -1/2. അപ്പം ഇവിടെ ഞാൻ എന്താക്കണം? ടി ഇസ് ഈക്വൽ ടു കെ എൽ 1/2 ജി റേസ് ടു -1/2. ഇവിടെ എന്താണ്? എം ഉണ്ടോ? ഇല്ല, എം 0 ആണ്. സോ എമ്മിനെ ഞാൻ ഒഴിവാക്കി. എനിക്കറിയാം എന്ത്? 1/tനെ എനിക്ക് എങ്ങനെ എഴുതാം? ടി റേസ് ടു -1 എന്നുള്ള രീതിയിൽ എഴുതാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/tനും ടി റേസ് ടു -1 എന്നുള്ള രീതിയിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടി റേസ് ടു -1ന് എനിക്ക് എന്താക്കാം? 1/t എന്നുള്ള രീതിയിൽ എഴുതാമല്ലോ. എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ജി റേസ് ടു -1/2നെ എനിക്ക് എങ്ങനെ എഴുതാം? 1/g റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ? എഴുതാം. സോ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ജി റേസ് ടു 1/2. ഓക്കെ, അപ്പം അതായത് എന്ത് കിട്ടി? കാണുന്നുണ്ടോ നിങ്ങൾ? യെസ്, ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ജി റേസ് ടു 1/2. ഈ 1/2നെ നമുക്ക് റൂട്ടാക്കി എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഞാൻ എന്താക്കുകയാണ്? ഇതിനെ റൂട്ടാക്കി എഴുതാണ്. സോ ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. കാണുന്നുണ്ടോ നിങ്ങൾ? ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് എഴുതി. ഓക്കെ, കെയ്ക്ക് എന്താണ്? ഡയമെൻഷണൽ കോൺസ്റ്റൻ്റ് ആണ് അത്. സോ കെ ഇസ് ഈക്വൽ ടു 1 എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് കെ ഇസ് ഈക്വൽ ടു 1 എന്ന് ഞാൻ കൊടുത്തു. അപ്പം എന്താണ്? കെ ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അപ്പം ഇവിടെ നമുക്ക് കെ ഈക്വൽ ടു 1 കൊടുത്താൽ ആൻസർ എന്ത് കിട്ടും? ടി ഇസ് ഈക്വൽ ടു റൂട്ട് എൽ ബൈ ജി. ഓക്കെ, പക്ഷെ നമുക്കറിയാം എന്ത്? ടി ഇസ് ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി ആണെന്നല്ലേ? അപ്പം കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ കെയ്ക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ്? കെ ഇസ് ഈക്വൽ ടു 2π എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ് ഞാൻ. കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ കെയ്ക്ക് എന്താണ്? 2π എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ് ഞാൻ. സോ എന്ത് കിട്ടും നമുക്ക്? ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. മനസ്സിലായോ? അപ്പം ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡയമെൻഷനിൽ ഫോർമുല വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു.
ഒന്നും കൂടി പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് അത് നമ്മൾ ക്വസ്റ്റ്യൻ നല്ല പോലെ വായിച്ചു. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ടൈം പീരീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഈ ലെങ്ത്ത്, മാസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നും കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലെങ്ത്ത്, മാസ്, നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് മനസ്സിലായി. സോ എന്താക്കി? നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവന്നു. ആ കോൺസ്റ്റൻറ്റിന് കെ എന്ന് കൊടുത്തു. അപ്പം ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു LmG എന്ന് എഴുതി. ഓക്കെ, അപ്പം ഇനി എന്താക്കി? നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പാരാമീറ്റേഴ്സ് നമ്മൾ എന്താണ് റേസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പവേഴ്സ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്ത പവേഴ്സാണ് L⁻A, M⁻B, G⁻C എന്ന്. ഓക്കെ, ഇനി ഞാൻ എന്താണ് ഇതിൻ്റെ ഓരോന്നിനും ഡയമെൻഷൻ എഴുതുകയാണ്. M0 L0 T⁻⁻1 എന്നാണ് ഞാൻ ടിക്ക് എഴുതിയത്. കാരണം എന്താണ്? ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസിക്ക് വേണ്ടി. സോ എന്താണ് കെ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബാക്കി എല്ലാത്തിനും നമ്മൾ കൊടുത്തു. എല്ലിൻ്റെത് L, മാസിൻ്റെ M, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ്റെ അതേ ഡയമെൻഷനിൽ തന്നെ L⁻². അതിൻ്റെ പവേഴ്സും കൊടുത്തു. ഇനി ആ പവേഴ്സിന് ആ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. സോ L⁻A, M⁻B, L⁻C, T⁻²C. മനസ്സിലായോ? ഇനി എന്താണ്? ഇവിടെ രണ്ട് ബേസ് ഈക്വൽ ആയിട്ടുള്ള സാധനം കണ്ടോ? എല്ലിൻ്റെ ബേസ് രണ്ടിൻ്റെ ഈക്വലാണ്. സോ നമുക്ക് എന്താണ് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. സോ L⁻A+C എന്ന് എഴുതി. L⁻A+C എന്ന് എഴുതി. M ആണെന്ത്? മാസ് MB, T⁻²C എന്ന് എഴുതി. ഇനി ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. M0 L0 T⁻⁻1 എന്ന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ M⁻B, L⁻A+C, T⁻²C എന്നും കിട്ടി. ഇനി നമ്മളെന്താണ് അതിന് രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാണ്. ബി എന്താണ്? എമ്മിൻ്റെ പവേഴ്സ് എന്താണ്? 0യും B ആണ്. സോ ബിനെയും 0നെയും നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്തു. എല്ലിൻ്റെ പവേഴ്സ് ഇതൊക്കെയാണ്? A+C ആണ്. സോ A+C ഈസ് ഈക്വൽ ടു 0. എല്ലിൻ്റെ പവേഴ്സ് നമ്മൾ എന്താണ്? എല്ലിൻ്റെ പവേഴ്സിന് നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്തു. ടിയുടെ പവേഴ്സ് എന്താണ്? 1ഉം -2C ആണ്. സോ അതിന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. സോ ഇതിൽ നിന്നാണ് സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. എന്ത് കിട്ടി? -1/2 എന്നുള്ള വാല്യൂ കിട്ടി. സോ നമ്മൾ എന്താക്കി? എക്ക് എന്താണ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. A+C = 0ൽ ആ സിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താണ്? A+-1/2 = 0. സോ ഈ -1/2 ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താവും? +1/2 ആവും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? A = 1/2 എന്ന് കിട്ടി. മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടായിരുന്നു പോയത്. എന്താണ്? ടി നമ്മൾ എന്നിട്ട് എല്ലാ പവേഴ്സും കിട്ടി. സോ നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എല്ലാ പവേഴ്സിനെയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ T = K × L⁻A. എക്ക് പകരം കിട്ടിയത് എന്തായിരുന്നു? 1/2 ആയിരുന്നു. സോ 1/2 കൊടുത്തു. M എന്താണ്? B എന്താണ്? 0 ആണ് കിട്ടിയത്. സോ 0 കൊടുത്തു. G എന്താണ്? C ആയിരുന്നു. Cക്ക് കിട്ടിയത് -1/2 ആണ്. സോ -1/2 കൊടുത്തു. ഇനി എന്താണ്? M0 ആയതുകൊണ്ട് നമുക്ക് എന്താണ് അതിനെ ഒഴിവാക്കാം അല്ലേ? അപ്പോൾ T = K L⁻1/2 G⁻1/2 എന്ന് എഴുതി. നമുക്കറിയാം 1/Tനെ നമുക്ക് T⁻−1 എഴുതാൻ പറ്റുമെങ്കിൽ T⁻−1നെ നമുക്ക് എന്താക്കി? റിവേഴ്സ് ആക്കിയിട്ട് 1/T എന്ന് എഴുതാം. അതേപോലെ തന്നെ G⁻−1/2നെ നമുക്ക് എന്ത് എഴുതാം? 1/G⁻−1/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പം എന്ത് കിട്ടി? T = K × L⁻1/2 / G⁻1/2 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം T = K × L⁻1/2 / G⁻1/2 എന്ന് എഴുതി. G⁻1/2 എന്ന് എഴുതി. അപ്പം T = എന്ത് കിട്ടി? K × 1/2 നമുക്ക് റൂട്ടാക്കി റെപ്രസെൻറ്റ് ചെയ്യാം. സോ K × √L/G എന്ന് എഴുതി നമ്മൾ അല്ലേ? അപ്പോൾ നമുക്കറിയാം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ 2π√L/G ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കേക്ക് നമ്മൾ എന്ത് കൊടുത്തു? 2π കൊടുത്തു അല്ലേ? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കേക്ക് നമ്മൾ എന്ത് കൊടുത്തു? 2π കൊടുത്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടി? ടൈം പീരീഡ് = 2π√L/G. ഓക്കെ, 2π√L/G കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ റിലേഷനിൽ നിന്ന്
ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തത് മനസ്സിലായല്ലോ. അപ്പം എങ്ങനെയാണ് ഒരു ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തെടുക്കേണ്ടതെന്ന് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഒരു സാധനം ഞാൻ കൂടി കാണിച്ചു തരാം. നമുക്കറിയാം ഈ ടി ഈസ് ഈക്വൽ ടു 2π√L/g നമുക്ക് കിട്ടിയില്ലേ. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π√L/g നമുക്ക് കിട്ടി. ഇത് ഇക്വേഷനിൽ കറക്റ്റ് ആണോ നോക്കിയാലോ. എങ്ങനെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ടാണ് നോക്കേണ്ടത് അല്ലേ. അതായത് രണ്ട് ബോത്ത് ഓഫ് സൈഡിലും എന്തായിരിക്കണം, സെയിം ഡയമെൻഷനിലായിരിക്കണം. സോ ടി എന്താണ്, യെസ് ടി അല്ലേ. പക്ഷെ ഇത് നമ്മളെങ്ങനെ ചെയ്യും, റൂട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ. പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. എങ്ങനെയാണ് അത് നമ്മൾ ഈ റൂട്ട് അങ്ങ് ഒഴിവാക്കണം. റൂട്ട് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യുക, യെസ് സ്ക്വയർ അല്ലേ. സ്ക്വയർ ചെയ്യും, രണ്ട് ഭാഗത്ത് ഞാൻ എന്താണ് സ്ക്വയർ ചെയ്യാണ്. സോ എന്ത് കിട്ടും, 4π²L/g എന്ന് കിട്ടും ആണല്ലോ. t² = 4π²L/g എന്ന് കിട്ടി. ഇനി എന്താണ് 4π² എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്താണ്, ഡയമെൻഷൻ ഇല്ല. സോ ഇത് രണ്ടും എന്തായി, ഒഴിവായി. ബാക്കി നമുക്ക് കിട്ടുന്നത് t² = L/g മാത്രമാണ്. സോ t² എന്ന് പറയുന്നത് എന്താണ്, ഡയമെൻഷനിൽ വരുമ്പോൾ t² ഇങ്ങനെ വരും. L എന്താണ്, ലെങ്ത് ആണ് അല്ലേ. L എന്താണ്, ലെങ്ത് ആണല്ലോ. സോ L/g, g എന്താണ്, LT⁻². LT⁻² ആണ്. സോ എന്താണ് ഇത് വരുന്ന സമയത്ത് L × L⁻⁻1T⁻² എന്ന് വരും. അപ്പം L ഉം L⁻⁻1 എന്താവും, 0 ആയിപ്പോവും. ബാക്കി എന്ത് കിട്ടും നമുക്ക്, t² = t² എന്ന് കിട്ടും. അപ്പം എന്ത് പറയാൻ പറ്റും നമുക്ക്, ഡയമെൻഷനലി കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് അല്ലേ. എന്താണ് ഒന്നും കൂടി പറഞ്ഞുതരാം. t = 2π√L/g എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് അറിയേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് ഡയമെൻഷൻ കറക്റ്റ് ആണെന്ന് പറയുക എങ്ങനെയാണ്, യെസ് രണ്ട് ഭാഗത്തും എന്താണ് ഈക്വൽ ഡയമെൻഷനിലായിരിക്കണം. ഓക്കെ. അപ്പം t² = 2π√L/g. നമുക്ക് ആദ്യം ഈ റൂട്ടൊക്കെ ഒന്ന് മാറ്റി, നമ്മുടെ ആ കോംപ്ലിക്കേഷനൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ ഞാൻ എന്താക്കി, രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്തു. അപ്പോൾ t² = 2π√L/g². രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്തു. അപ്പോൾ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി, t² = 4π²L/g എന്ന് കിട്ടി. ഇനി എന്താണ്, സിമ്പിൾ അല്ലേ. ടിയുടെ ഡയമെൻഷൻ എന്താണ്, t² തന്നെയാണ്. L എന്താണ്, ലെങ്ത് ആണ്. സോ L/g എന്താണ്, LT⁻². അപ്പം ഈ LT⁻² നമ്മൾ മേളിലോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, L × L⁻⁻1 × t² കിട്ടി. അപ്പം ഈ എല്ലും എന്താണ്, ഈ എല്ലും L⁻⁻1 എന്താവും, ക്യാൻസൽ ആയിപ്പോവും. ബാക്കി എന്ത് കിട്ടി, t² കിട്ടി. സോ എന്ത് കിട്ടി, t² = t². അപ്പം രണ്ട് ഭാഗത്തും എന്താണ്, സെയിം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി വേറെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. F = Gm1m2/r². ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുണ്ടോ, യെസ് ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം എനിക്ക് ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കണ്ടെത്തണം, അല്ലെങ്കിൽ ഡയമെൻഷൻ കണ്ടെത്തണം. ഓക്കെ, ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ എനിക്ക് കണ്ടെത്തണം. എങ്ങനെ ഞാൻ കണ്ടെത്തും, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ചോദിക്കാറുണ്ട്. സോ എനിക്ക് ആദ്യം ഈ ജീനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും, യെസ് ഈ എഫിന് ഞാൻ ഇങ്ങോട്ട് r² ഇങ്ങോട്ട് കൊണ്ടുപോയി. സോ FR². ഈ m/m1 m2 ഞാൻ എന്താക്കി, ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ m1 m2 = g മാത്രം ഒറ്റയ്ക്ക് കിട്ടി നമുക്ക്. അപ്പോൾ g = FR² / m1 m2 കിട്ടിയല്ലോ. ഇനി F എന്താണ്, ഫോഴ്സ് ആണ്. സോ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് MLT⁻² ആണ് അല്ലേ. MLT⁻² ആണല്ലോ, ആണ്. ഇനി r² എന്താണ്, ലെങ്ത് ആണ് അല്ലേ. സോ r² എന്ന് പറയുമ്പം L² കിട്ടി, ഡിവൈഡഡ് ബൈ മാസ് m1 × m2. മാസ് എന്താണ്, m². സോ എന്ത് കിട്ടും നമുക്ക്, ഡയമെൻഷണൽ ഫോർമുല ഓഫ് G = ML L⁻⁻1 L⁻². 1 + 2 എന്താണ്, 3 mL³ T⁻² × m⁻².
അപ്പം m⁻1 പ്ലസ് m⁻². എന്താണ് 1 പ്ലസ് -2 എന്താണ് -1 അല്ലേ? സോ എം എന്ത് കിട്ടി? m⁻1 L³ T⁻². ഇതാണ് എന്ത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡയമെൻഷണൽ ഫോർമുല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഓക്കെ, 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. G is equal to m⁻1 L³ T⁻². എങ്ങനെയാണ് കിട്ടിയാൽ മനസ്സിലായല്ലോ? F is equal to G m1 m2 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ആയിരുന്നു. അതിൽ നിന്ന് ഞാൻ എന്താണ് ജീനെ ഒറ്റയ്ക്ക് കിട്ടുന്ന രീതിയിൽ മാറ്റിയെടുത്തു ആ ഇക്വേഷനെ. അപ്പം എനിക്ക് എന്ത് കിട്ടി? F is equal to r²/m1 m2 എന്ന് കിട്ടി അല്ലേ? F is equal to r²/m1 m2 എന്ന് കിട്ടി. F എന്താണ്? ഫോഴ്സ് ആണ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷണൽ ഫോർമുല എന്താണ്? mL⁻². r എന്താണ്? ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ ലെങ്ത്തിൻ്റെ സ്ക്വയർ ആണ്, r² ആണ്. സോ L² കിട്ടി. m1 m2 അല്ലേ? മാസ്. അപ്പോൾ 2 മാസ് ഉണ്ട്. സോ m × m² കിട്ടി. ഈ m² ഞാൻ എന്താക്കിയാലും നേരെ മേലോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? m⁻² എന്ന് കിട്ടും അല്ലേ? m⁻² എന്ന് കിട്ടും. സോ എനിക്ക് എന്ത് കിട്ടി? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ എന്ത് കിട്ടി? ഡയമെൻഷണൽ ഫോർമുല എന്ത് കിട്ടി? m⁻1 L³ T⁻² എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണെന്ത്? ഈ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഓരോ കാര്യങ്ങളും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാതെ എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കോൺസ്റ്റൻറ്റ് പോയത് ഇല്ലേ? അപ്പം അതൊക്കെ ഓരോന്നും വഴി മനസ്സിലാക്കി പഠിച്ച് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ ആണെന്ത്, നമുക്ക് കുറേ ചെയ്ത് വരുന്ന സമയത്ത് അയ്യോ അത് പോയി അല്ലേ? ഒരു നടുവിലെത്തുമ്പോൾ ഒരു കാര്യം പോയിട്ടുണ്ട്, നമുക്ക് ഫുള്ള് കിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ എന്താണ്, പകുതിയിൽ നിന്ന് നമുക്ക് കയ്യിൽ നിന്ന് പോയാലും നമ്മുടെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് നമുക്ക് എന്താണ് ബാക്കി എഴുതിയെടുക്കാൻ പറ്റും. സോ ഫിസിക്സ് നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങുകയാണ് ഇനി മുതൽ. ഓക്കെ, അപ്പം താങ്ക് യു.